പുതുതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന പുരാതന അനുഷ്ഠാന കലാരൂപമാണ് ഐവർകളി. പാണ്ഡവർ കളി, ഐവർ നാടകം, തട്ടിമേൽ കളി, കണ്ണിൽ കുത്തിക്കളി എന്നീ വിവിധ പേരുകളിൽ ഐവർകളി അറിയപ്പെടുന്നു. കാളി ഭക്തനായ കർണനെ പാണ്ഡവർ വധിച്ചതറിഞ്ഞ് രൗദ്രവേഷം പൂണ്ട് പാണ്ഡവരെ നശിപ്പിക്കാൻ പുറപ്പെട്ട ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ അനുഷ്ഠാനം എന്ന് ഐതിഹ്യം. കാളികോപം തിരിച്ചറിഞ്ഞ് ശ്രീകൃഷ്ണൻ പാണ്ഡവരെ വരുത്തി ദേവിയെ സ്തുതിച്ച് പാട്ടുപാടി കളിച്ചാൽ ദേവീ പ്രീതി നേടണമെന്ന് നിർദ്ദേശിച്ചു. ശ്രീകൃഷ്ണൻ തന്നെ നടുവിൽ വിളക്കായി നിന്നുകൊണ്ട് പാട്ടുപാടി കൊടുത്തു. പാണ്ഡവരെ കളിപ്പിച്ചു. ഇതിൻ്റെ ഫലമായി ദേവി പ്രസാദിച്ചു, പാണ്ഡവരെ അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം. 7 തിരിയിട്ട വിളക്കിന് മുമ്പിൽ നാക്കിലയിൽ അരി, പൂവ്, നാളികേരം എന്നിവ വെച്ച് ആദ്യം വിളക്കിനെ വന്ദിച്ച് തൊഴുകൈയോടെ ചുവട് വെക്കുന്നു. 5, 7, 9, 11 കളിക്കാരാണ് ഉണ്ടാവുക. കൈകളുടെയും മെയ്യഭ്യാസത്തിൻ്റെയും വേഗതയനുസരിച്ചാണ് ചലനങ്ങളെ 1-ാം ചുവട്, 2-ാം ചുവടെന്നും തുടങ്ങി 8 ചുവടുകൾ വരെ തിരിച്ചിരിക്കുന്നു. കാളി ചരിത്രങ്ങൾക്ക് പുറമെ രാമായണം, മഹാഭാരതം, കല്യാണ സൗഗന്ധികം, ശ്രീകൃഷ്ണ കഥകൾ, നളദമയന്തി കഥകൾ ഇതിൽ അവതരിപ്പിച്ചു പോരുന്നു. മലപ്പുറം ജില്ലയിലെ ചീക്കോട് കുന്നത്ത് ശ്രീ തെക്കൻകാവ് ക്ഷേത്രത്തിൽ ഐവർകളി എന്ന പുരാതന അനുഷ്ഠാന കലാരൂപം മുടങ്ങാതെ അരങ്ങേറുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവിടെ ഐവർകളി എന്ന കലാരൂപം അവതരിപ്പിക്കുന്നത്. മാർച്ച് മാസം കുംഭം ആദ്യ ആഴ്ചകളിലാണ് കുന്നത്ത് ശ്രീ തെക്കൻകാവ് ക്ഷേത്രത്തിൽ ഉത്സവം അരങ്ങേറുന്നത്.
ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം ഞങ്ങളെ പൂർവികരായിട്ടുള്ള ആളുകളിൽ നിന്ന് പിന്തുടർന്ന് വരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഞങ്ങൾ ക്ഷേത്രകല എന്നുള്ള രീതിയിൽ പഴയ കാലഘട്ടം മുതൽ നമ്മളെ പൂർവികരായിട്ടുള്ള വല്യച്ഛന്മാരൊക്കെ ഇങ്ങനെ കളിച്ചു പോരുന്നത് ഞങ്ങളും പരിശീലിച്ച് അങ്ങനെ വരികയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കൂടുതൽ ഇത് മഹാഭാരതം കഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഐവർക്കളി എന്നാണ് പറയുന്നത്. 5 പേര് പഞ്ചപാണ്ഡവന്മാർ കളിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിൻ്റെ ഒരു കളിയായിട്ടാണ് ഞങ്ങൾക്കിത് കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ശ്ലോകം, ഇതിൻ്റെ പാട്ടുകൾ ഇതൊക്കെ നോക്കുമ്പം മഹാഭാരതം കഥയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാട്ടുകളും ഒക്കെയാണ് നമുക്കിതിന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ ഉള്ള ചില ചരിത്ര സംഭവങ്ങളുടെ ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊരു പൂർവികമായിട്ട് പിന്തുടർന്ന് വരുന്ന ഒരു കലയാണിത്. എല്ലാ വർഷവും ഞങ്ങളിവിടെ ഉത്സവ കാലഘട്ടങ്ങളിൽ ഇവിടെ നടത്താറുണ്ട്. മറ്റ് സ്ഥലങ്ങളിലും പോയിട്ട് ഇതൊക്കെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഇതിൽ കൃത്യമായിട്ട് അംഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ഒരു 10, 12, 14 ആൾ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചൊരു റൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 12 പേരുണ്ടായാൽ അത്രയും വളരെ ഒരു സുഖകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നുണ്ടാവുക. വാദ്യോപകരണങ്ങൾ ഇലത്താളം, അതുപോലെ ചിലമ്പ്, കൈ കൊണ്ട് ഗലിക്കുന്ന ചിലമ്പ്, അതുപോലെ ഈ ചെണ്ടയ്ക്കൊക്കെ മുട്ടുന്ന ഇലത്താളം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അതും ആണ് കളിയിൽ ഉപയോഗിക്കാറുള്ളത്. 8 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങളിവിടെ അധികം ഉണ്ടാവുക. 8, 8:30 ആകുമ്പോൾ ആ സമയം. ഇത് വർഷങ്ങളോളം, വളരെ വർഷങ്ങൾ പഴക്കമുള്ള കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ഞങ്ങളെ പിന്തുടർച്ച എൻ്റെ വല്യച്ഛൻ്റെ ഒക്കെ കാലഘട്ടം എന്ന് വെച്ചാൽ വളരെ മുന്നേ. അപ്പോൾ ഞാൻ തന്നെ ഇതിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 40, ഒരു 50 കൊല്ലത്തിലധികമായിട്ടുണ്ട്. ഒരു 50 അല്ല, ഒരു 50, 55, 10 വയസ്സാകുന്നതിന് മുന്നേ കളി തുടങ്ങിയ. പിന്നെ പല കാലത്ത് പരിചയക്കളിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ പോയി, അതൊക്കെ പഞ്ഞം നിന്ന് പോയി. പിന്നെ ഇപ്പോൾ ഈ ഐവർക്കളി ഞങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് കുറേശ്ശെ കൊണ്ടുപോകുന്നുണ്ട്. പുതുതലമുറയിലുള്ള പലർക്കും ആവശ്യമുണ്ട് കുട്ടികൾക്കൊക്കെ. പക്ഷേ പെട്ടെന്ന് ഇതങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് കഴിയാത്തൊരു കാര്യമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുതിയ ആളുകൾ കുറച്ചൊക്കെ ഇതിൽ വന്നു ചേരും, താല്പര്യമുള്ള ആളുകൾ. അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. കുറച്ച് ആളുകൾ കുറയുമ്പം കുറേ ആളുകൾ നിലനിൽക്കുമല്ലോ. ഇപ്പോൾ പഴയ തലമുറയിലുള്ള ഒരുപാട് ആളുകൾ മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം പുതിയ തലമുറയിലുള്ള കുറച്ച് ആളുകളൊക്കെ വന്ന് അങ്ങനെ അവരിതിൽ ഉൾക്കൊണ്ട് ചിലർ കുറച്ച് പിടിച്ചു നിൽക്കും, ചിലർ പിന്നെ അത് ഒഴിവാക്കി പോവും. പിന്നെ മറ്റ് തൊഴിൽ മേഖലയൊക്കെയായിട്ട് പലരും ഒഴിഞ്ഞു പോകുന്ന കാരണം എന്നാലും ഇതിങ്ങനെ ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ 10-12 ആൾ ഞങ്ങളിങ്ങനെ ഒപ്പിച്ച് പോകുന്നുണ്ട്. എൻ്റെ പേര് കുഞ്ഞുണ്ണി.